മഴ വൈറ്റിയുടെ കല്യാണം. ഓ വാട്ടേ വൈ. അങ്ങോട്ടാണോ? ഇങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ഇങ്ങോട്ടൊന്നോ? സന്തോഷം കണ്ടു. ഓ സ്റ്റൈൽ കേട്ടോ. നിക്കൂ നാളെ ഇതുപോലെ കണ്ടാ മതി. അത്യാവശ്യം മഴയുണ്ട്. ഹൽദി അടിപൊളിയായിട്ട് പോകുന്നു. മുണ്ടൂരല്ലേ? മുണ്ടെടുക്കാനൊക്കെ എനിക്കറിയാം. Baby? Baby? Baby, look here, look here. ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മേക്കപ്പ് ചെയ്യാൻ ചെയ്തു പോയി. എടാ അന്ന് അങ്ങനെ കാണിക്കേ. അതാ ജോലി ഉണ്ടാക്കല്ലേ. മഴ ഇവലെന്നെ എടുക്കാൻ പറഞ്ഞ എടുക്കണേ. ഹാപ്പി ഹാപ്പി ഹാപ്പി. നല്ല അടിപൊളി പെർഫോമൻസ് അപ്പൊ see you tomorrow. Bye. ഇന്നാണ് വെഡിങ് ഡേ. അപ്പോൾ നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇനി കല്യാണ ചെക്കൻ്റെ വീട്ടിലോട്ട് പോവുക. ദൂരമൊന്നുമില്ല, തൊട്ടപ്പുറത്ത് തന്നെയാണ്. ഇനി അവിടെ എത്തിയിട്ട് അതുപോലെ ഇന്നത്തെ ദിവസത്തെ വിശേഷങ്ങളെല്ലാം കാണാം. ഞാൻ എങ്ങനെയാണ് ഇങ്ങനെ ആയത്, അതായത് ഒരുങ്ങി എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ട് വരുമ്പോഴത്തേക്ക് ഞാൻ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ടായിരിക്കും. അപ്പം വെൽക്കം ടു ശംഭൂസ് കല്യാണ വ്ളോഗ്. കമോൺ വായോ, നമുക്ക് റെഡി ആവാം. ഞാൻ ഡ്രസ്സ് ഇട്ട് മുടിയും കെട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് തന്നെ സ്കിൻ കെയർ ആണ്. വളരെ ബേസിക്കായ സ്കിൻ കെയർ ആണ് ഞാനിപ്പോൾ ഫോളോ ചെയ്യുന്നത്. ഒരു സൺസ്ക്രീന്, ഒരു മോയ്സ്ചറൈസറും, ഒരു ലിപ് ബാം. വളരെ സിമ്പിളാണ്, ഒട്ടും കോംപ്ലിക്കേറ്റഡ് ആക്കേണ്ടത്. നമുക്ക് അതങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൃത്യമായ എമൗണ്ടിൽ ഇതെല്ലാം അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യം. അല്ലാതെ നമ്മൾ ഇട്ടില്ലെന്ന മട്ടിൽ പോയാൽ നമുക്ക് ഗുണം കിട്ടില്ല. ഇത്രയാണ് നമ്മളൊരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തതിൻ്റെ ഒരു അളവ് കേട്ടോ. അത് നമുക്ക് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്ത ശേഷം നമുക്ക് നെക്സ്റ്റ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യാം. മേക്കപ്പ് തുടങ്ങണ്ടേ? അയ്യോ മറന്നുപോയി, ലിപ് ബാം ഇട്ടില്ല. ലിപ് ബാം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അല്ല നമ്മുടെ ചുണ്ടൊക്കെ ഡ്രൈ ആയി പോകത്തില്ലേ. സോ നമുക്കിനി മേക്കപ്പ് ചെയ്ത് തുടങ്ങാം. എവിടെ എൻ്റെ പൗച്ച്? ഇതിനകത്ത് തന്നെ മെയിനായിട്ടുള്ളൊരു സാധനമാണ് ഈ ഒരു പാലറ്റ്. ഇതിൽ ബ്ലഷും ഹൈലൈറ്ററും ഐ ഷാഡോസും എല്ലാം വരുന്നുണ്ട്. എങ്ങനെയുണ്ട് കണ്ണ്? നല്ല രസമില്ലേ കളർ? ഇനി കുറച്ച് മസ്കാരയും നല്ലൊരു വിങ്ങൊക്കെ കൊടുത്ത് നോക്കാം. ചിലപ്പോഴേ വിങ് റെഡി ആവാറുള്ളൂ, പക്ഷെ ഇന്ന് റെഡി ആയിട്ട് വന്നു. ഇതൊന്ന് കംപ്ലീറ്റ് ആവണമെങ്കിൽ നമ്മൾ മെയിനായിട്ട് ഐബ്രോ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കണം. കാര്യമായിട്ട് ഞാൻ ഫില്ല് ചെയ്യാറില്ല, എന്നാലും ഒന്ന് ഫില്ല് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഫിനിഷിങ് ഇങ്ങനെയാണ്. നന്നായിട്ടില്ലയോ?
ഇനി നമുക്ക് കുറച്ച് ബ്ലഷ് ഇട്ട് കൊടുക്കാം. ബ്ലഷ് എൻ്റെ കഴിഞ്ഞിട്ട് കുറേ നാളായി. അപ്പോൾ ഇതിലെ ബ്ലഷാണ് ഞാനിപ്പോൾ അപ്ലൈ ചെയ്യാറ്. പൗഡർ ബ്ലഷാണ്. അത്യാവശ്യം കുറേയൊക്കെ ലാസ്റ്റ് ചെയ്യാറുണ്ട്. ചുക്കി പോലെ ആക്കാതെ നമുക്ക് വളരെ നല്ലതായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഏകദേശം മേക്കപ്പ് ഡൺ ആയിട്ടുണ്ട്. ഒരു പൊട്ട് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഭംഗി ഒന്ന് എൻഹാൻസ് ചെയ്യും. സത്യമല്ലേ ഞാൻ പറഞ്ഞത്, പൊട്ട് വെച്ച് കഴിയുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. ഇനി നമുക്ക് മുടിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. മുടി എനിക്ക് അഴിച്ചിടാണ് എപ്പോഴും ഇഷ്ടം. അഴിച്ചിട്ട് കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ ഭംഗിയെന്ന് എനിക്ക് തോന്നാറുണ്ട്. ആ ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് കോമ്പ് ചെയ്യുന്ന നമുക്ക് സ്ട്രേറ്റ് ചെയ്ത് വിടുന്നുണ്ട്. ബാക്കി അങ്ങനെ തന്നെ. അപ്പോൾ അമ്മ വന്നിട്ടുണ്ട് എൻ്റെ ലുക്കും അമ്മയുടെ ലുക്കൊക്കെ ഒന്നും നോക്കാനൊക്കെ ആയിട്ട്. അമ്മയുടെ ആ സാരി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട്. ആ ഒരു ലാവൻഡറും ബ്ലൂവും കൂടെ നന്നായിട്ട് ചേരുകയും ചെയ്യുന്നുണ്ട്. ഈ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. അതാണ് ഫൈനൽ പാർട്ട് ഓഫ് ദ മേക്കപ്പ് എന്ന് പറയാം. ഈ ഒരു കളർ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എൻ്റെ ഡ്രസ്സുമായിട്ട് നല്ല മാച്ചിങ് ആയിട്ട് തോന്നി. ഈ രണ്ട് കളേഴ്സ് മിക്സ് ചെയ്തിട്ടോ ഈ കളറാക്കിയത്. രസമുണ്ടോ? എനിക്കിഷ്ടമായി. ഇനെന്താ നമുക്കുള്ളത്, എനിക്ക് ജ്വല്ലറി ഒക്കെ ഇട്ടിട്ട് നമുക്ക് അങ്ങോട്ട് റെഡി ആവാം. ഷോളും കൂടി ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ഔട്ട്ഫിറ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിലൊരു വളയോ ബ്രേസ്ലെറ്റോ വാച്ചോ ഒക്കെ ഇട്ട് കൊടുക്കാം. ഈ ഒരു വളക്കം ബ്രേസ്ലെറ്റ് വർഷങ്ങളായിട്ട് എൻ്റെ കൂടെയുള്ള എൻ്റെ ഏത് ട്രഡീഷണൽ അങ്ങനത്തെ ഒരു ഔട്ട്ഫിറ്റ് ഇട്ടാലും ഇത് തന്നെയായിരിക്കും ഞാൻ പെയർ ചെയ്യാൻ പോകുന്നത്. ഇനി കുറച്ച് പെർഫ്യൂം അടിക്കാം. മണവും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. അപ്പോൾ ഇത്രയൊക്കെയാണ് എൻ്റെ മേക്കപ്പ്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ബിലോ. ഇനി നമുക്ക് കുറച്ച് നേരം മിററിൻ്റെ ഫ്രണ്ടിൽ പോയി അവിടെ ഇവിടെയും കറങ്ങി നിൽക്കാം. രാജേഷ് വന്നിട്ടുണ്ടല്ലോ. അങ്ങനെ ശംഭുവിൻ്റെ വീട്ടിലെത്തിയപ്പോഴത്തേക്ക് അവർ ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു കേട്ടോ. ശംഭു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെയും രാജേഷിൻ്റെയും ലൈഫിലെ കുഞ്ഞുനാളിലൊരു മേജർ പാർട്ടെന്ന് തന്നെ പറയാം. ഞങ്ങൾ മൂന്നുപേരുമായിരുന്നു ഒരുമിച്ച്. ഈ വഴിയിൽ തന്നെയാണ് നമ്മൾ ഈ കളിച്ചതും ഓടിയതും ചാടിയതും എല്ലാ പരിപാടിക്കും നമ്മൾ ഒരുമിച്ചായിരുന്നു. വെക്കേഷൻസ് ഒക്കെ പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ പ്ലാൻ ചെയ്തായിരിക്കും ഇന്ന കളികൾ ഇന്ന ദിവസം കളിക്കണം, ടൂർണമെൻറ്റ് പോലെ നടത്തണം, അടിബഹളമൊക്കെ വരും. ബട്ട് ജോക്സ് അപ്പാർട്ട് അടിപൊളിയായിരുന്നു. ശരിക്കും അവൻ്റെ ഒരു ബിഗ് ഡീൽ. ഞങ്ങൾ രണ്ടുപേരും ഒരുപാട് ഹാപ്പിയാണ്. അപ്പോൾ നമുക്കിനി കല്യാണം കൂടാൻ പോവാം. അപ്പൊ ഇനി അവിടെ വെച്ചിട്ടാണ്. നമ്മൾ ചെന്ന് ഫോട്ടോ എടുത്ത് ഇറങ്ങുന്നു. കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയമായിരുന്നു. നമ്മൾ ഒരുങ്ങി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്കിനി പോവാം. എൻ്റെ അച്ഛനൊക്കെ വെളിയിൽ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. അമ്മയും അപ്പയും വീട്ടിലുണ്ട്. എല്ലാവരെയും പിക്ക് ചെയ്ത് നമുക്ക് പോവാം. ഇനി ഓട്ടോടത്തിൽ ചെന്നിട്ടുള്ള ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. നന്നായിട്ട് വിയർക്കുന്നുണ്ട്. എനിക്കറിയത്തില്ല അത്ര നേരം ഇതൊക്കെ ഇങ്ങനെ നിൽക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫൗണ്ടേഷൻ ഒന്നും ഉപയോഗിക്കാത്ത ഇപ്പം. കാരണം ഈ അടുത്ത കാലങ്ങളായിട്ട് എനിക്ക് ഭയങ്കര സെറ്റിങ്ങാണ്. അങ്ങനെ ശംഭു വീട്ടിൽ നിന്ന് ഇറങ്ങുവാണ്. നമുക്കിനി പോവാം. കമോൺ രാജേഷ്. These guys are waiting for us. ഹലോ, എങ്ങനെയുണ്ട് മുടി കളർ അടിച്ചത്? നല്ല രസമുണ്ട് കാണാൻ. ഇത്ര നേരം കൊള്ളത്തില്ലെന്ന് പറഞ്ഞപ്പോ വീഡിയോ ഓണാക്കിയപ്പോ നല്ല രസമുണ്ടെന്ന് ഒരു ഹായ് പറഞ്ഞോളൂ. ഇതാണ് എന്റെ മൂത്ത അപ്പ നല്ല സുന്ദരിയായിട്ട് പച്ച ഡ്രസ്സൊക്കെ ഇട്ട് വരുന്നുണ്ട്. കാറിലോട്ട് ഇറങ്ങിക്കോളൂ. ഞാൻ പറഞ്ഞില്ലേ വീഡിയോ ഓഫാന്ന് അറിയാൻ പറയുന്ന കണ്ടില്ലയോ. അപ്പൊ ഇതാണ് ഭംഗി. മുടിയെല്ലാം നശിപ്പിച്ച് എന്തൊരു നല്ല മുടിയായിരുന്നു. ദൈവമേ, സംഭവം നല്ലതല്ലേ? അത് പറ. മുടി പോയത് പോയി, ഭംഗിയില്ലേ? താങ്ക്സ്. Come on, let's go. അത് ധരിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ അങ്ങോട്ട് എന്നാ വരട്ടെ. ഞങ്ങളങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് പോവുകയാണ്. നമുക്ക് ഇവിടുന്ന് അടുത്ത് തന്നെ കരുനാഗപ്പള്ളി പുതിയാവിലാട്ടോ ഓഡിറ്റോറിയം വരുന്നത്. പിന്നെ റെയിൽവേ ക്രോസിൻ്റെ പോസ്റ്റ് ഉണ്ടായാൽ മാത്രമേ താമസിക്കത്തുള്ളൂ. പക്ഷേ തിരക്കൊന്നും ഇല്ലായിരുന്നു. വളരെ സ്മൂത്തായിട്ട് നമ്മൾ പോവുകയാണ്. പിന്നെ ഞാൻ കുറേ സെൽഫിയൊക്കെ എടുത്ത് ഇവരുടെ അടുത്ത് വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോവുകയാണ്. ഞാൻ വീഡിയോ ഓണാക്കി ഞാൻ രണ്ടുപേരും അങ്ങ് സ്റ്റക്കാവും. സ്വാഭാവികം. അപ്പം നമ്മൾ ശംഭുവിൻ്റെ വഴിയുടെ തൊട്ട് പിറകിൽ തന്നെ ഉണ്ട്. നമ്മൾ ഒരുമിച്ചാണ് അങ്ങോട്ട് കയറാൻ വേണ്ടി പോകുന്നത്. ഓഡിറ്റോറിയത്തിൻ്റെ ആ ഒരു സൈഡ് എത്തി. ഇനിയിപ്പം ചെക്കനെ സ്വീകരിക്കുന്ന ചടങ്ങൊക്കെ ഉണ്ട് കേട്ടോ, കാണാം. അനിയന്റെ കല്യാണമാണ്.
കഴിഞ്ഞാൽ പിന്നെ എന്താ സദ്യ. അങ്ങനെ ഞങ്ങളെല്ലാവരും ഇവിടെ സദ്യ കഴിക്കാനായിട്ട് വന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും നമ്മൾ പിടിച്ചവിടെ നിർത്തിയിട്ടുണ്ട്. ഫുൾ ഗ്യാങ്ങിനെ നമുക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട്. അത്യാവശ്യം വെയിറ്റിങ്ങിന് ശേഷം നമുക്ക് ആ ഒരു പടം എടുക്കാൻ പറ്റും. പക്ഷെ ബാലുവിനെ കിട്ടിയില്ല, കുഴപ്പമില്ല, ചേച്ചീനെ വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പിന്നെ അവർ രണ്ടുപേരെ വിഷ് ചെയ്ത് അവരുടെ കൂടെ നിന്ന് കുറച്ച് നേരം വർത്താനം പറഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ശംഭുവിൻ്റെ ഡ്രസ്സിങ് റൂം ഉണ്ടല്ലോ അങ്ങോട്ടേക്ക് പോയി. അവിടെ ആകുമ്പോൾ ഒരു ഗുണം എന്താ വെച്ചാൽ AC ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ തന്നെ ആയിരുന്നു ഓൾമോസ്റ്റ് ടൈം നമ്മളെല്ലാവരും. അങ്ങനെ തിരിച്ചിനി പോവാണ്. വൈകുന്നേരം റിസപ്ഷൻ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ചെറുക്കനും പെണ്ണും ഇറങ്ങുന്ന ടൈമൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മളും ഇറങ്ങി. നമ്മുടെ കൂടെ അനന്തനും ഉണ്ട്. ഞാൻ പിന്നെ മിറർ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുമല്ലോ. എങ്ങനെ രാജേഷ് ഇങ്ങനെ വളരെ ടഫായിട്ട് വണ്ടിയൊക്കെ ഓട്ടിക്കുകയാണ്. നല്ല ദാഹക്ഷീണം ഉണ്ടായിരുന്നു. പോകുന്ന വഴി നമ്മൾ വെള്ളം കുടിക്കാൻ നോക്കുന്നുണ്ട്. ഞങ്ങളങ്ങനെ ദാഹിച്ചിട്ട് നമ്മൾ വെള്ളം കുടിക്കാൻ കയറിയിരിക്കുകയാണ് ഗൈസ്. രാജേഷ് ABC ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ട്. ABC മറ്റേ ഡയറ്റൊക്കെ നോക്കുന്നവർ അതാ കുടിക്കുന്നത്. രാജേഷ് മറ്റേ ഡയറ്റ് പായസം ഒന്നും കഴിക്കത്തില്ല. 3 വട്ടം പായസം കൂട്ടി കഴിച്ചിട്ട് വന്നിട്ട് ABCയുടെ ആപ്പിൾ ബീട്രൂട്ട് ക്യാരറ്റ് ഹെൽത്തി ജ്യൂസ് വരട്ടെ കുടിക്കാൻ പറ്റും. ABC ജ്യൂസ് ഒന്ന് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ടേസ്റ്റ് ചെയ്ത് നോക്ക്. ഷുഗർ ഉണ്ട് അതിനകത്ത്. എങ്ങനെണ്ടാ? മറ്റേ ബീട്രൂട്ടിന്റെ ചവയൊക്കെ പോയില്ലേ വായിന്ന്? ഇത് റെഡാ. ഇത് പക്ഷെ ടേസ്റ്റ് കാണും. ABC ജ്യൂസ് കഴിഞ്ഞിട്ട് മധുരം ഇട്ട് നാരങ്ങളും കുടിക്കുക. ഇതൊക്കെ പ്രാസന സജി. അനന്തനെ വീട്ടിലാക്കിയിട്ട് ഞങ്ങൾ തിരിച്ചു വന്നപ്പോഴത്തേക്ക് അച്ഛനും അമ്മയും വീട്ടിൽ ലാൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അവർ ഫോണിലൊക്കെ എന്തൊക്കെയോ കണ്ടുകൊണ്ടിരിക്കുന്നു. ഫോട്ടോ എടുക്കുക എന്നുള്ള വ്യാജേന ഞാൻ അവരുടെ വീഡിയോ ആണ് എടുത്തത്. ഇത് കാണുമ്പോഴായിരിക്കും അവരും അറിയാൻ പോകുന്നത്. ഹലോ, അപ്പം നമ്മളിനി റിസപ്ഷൻ ആവുമ്പോൾ റെഡി ആവുക. ഫുള്ളായിട്ടുള്ള മേക്ക് ഓവറൊന്നും ഞാൻ കാണിക്കുന്നില്ല. രാവിലെ തന്നെ ഞാൻ കുറച്ച് ധൃതിയിലായിരുന്നു. ഇപ്പോൾ അതിലും ധൃതിയിലാണ്. വളരെ സേഫായിട്ടുള്ള പരിപാടികളേ ഉള്ളൂ. ജസ്റ്റ് കണ്ണെന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊട്ടണം, ലിപ്സ്റ്റിക് ഇടണം, മുടി ഒന്നുകിൽ കെട്ടണം അല്ല അഴിച്ചിടണം. പക്ഷേ ഞാനൊരു വേറൊരു കാര്യം ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. രാവിലത്തെ ഡ്രസ്സിൻ്റെ കാര്യവും വൈകുന്നേരത്തെ ആലോചിച്ചപ്പോൾ ഞാൻ ഒട്ടും കളറിനെ പറ്റി ചിന്തിച്ചില്ല. ഏകദേശം സെയിം കളറാണ്. കോയിൻസിഡൻസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എനിവേസ് അത് കുഴപ്പമില്ല. നമുക്ക് പോയി വേഗം തട്ടിക്കുട്ടി ഒന്ന് സെറ്റ് ചെയ്തിട്ട് വേഗം തന്നെ ഇറങ്ങാം. അപ്പോൾ ഞാനിനി വീണ്ടും ആ സെയിം പ്രോസസ്സാണ് നിങ്ങളെ കാണിച്ച് വെറുപ്പിക്കുന്നില്ല. ഞാൻ പോയി റെഡി ആയിട്ട് വരാം. എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വൈകുന്നേരത്തെ ലുക്ക്? പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. മുടി അഴിച്ചിട്ടു, ലിപ്സ്റ്റിക് ഇട്ടു, കണ്ണിൽ ഞാൻ കുറച്ച് പണി ചെയ്തു. ആക്ച്വലി ശരിയായിട്ട് വന്നില്ല, കുഴപ്പമില്ല. അല്ലെങ്കിൽ നമ്മളിവിടെ നന്നായിട്ട് ഒരുങ്ങി പോകണം എന്ന് വിചാരിക്കുമ്പോൾ അത് കുളമാകുന്നത് ഓൾമോസ്റ്റ് എല്ലാ ഗേൾസിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഐ നോ ദാറ്റ്. എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക് അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഓർണമെൻറ്റ്സ് വാച്ചൊക്കെ വേണോ? ഇനിയിട്ട് നൈറ്റ് ഫംഗ്ഷൻ ആയതുകൊണ്ട് കയ്യിലൊന്നും കുഴപ്പമില്ല. റിങ്ങും ഇട്ട് ഒരു മാച്ചിങ് ഇയറിങ്ങും ഇട്ടിട്ട് നമുക്ക് ഇറങ്ങാം. നല്ല ലേറ്റ് ആയിട്ടുണ്ട്. 6:30 അവിടെ എത്തണമെന്ന് വിചാരിച്ചാണ്. ഇപ്പം 7 ആവാൻ പോകുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ടാറ്റാ. കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വിളിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എവിടെയാണെന്ന് ചോദിച്ച്. അങ്ങനെ നമുക്ക് വേഗം പോകാം. അവിടെ എത്തിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ പോയി ഒരു വെൽക്കം ഡ്രിങ്ക് കുടിക്കാമെന്ന് വിചാരിച്ചു. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്ന് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ഒരുമിച്ചായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഒരു ഗ്യാങ് സോനുവും പവിയും അനന്തനും ഞാനും രാജേഷും. പണ്ടായത് ശംഭു ഉണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ ശംഭു ആണല്ലോ മെയിൻ. ഇത് ചേച്ചിയുടെ ഫാമിലി ആട്ടോ, ചേട്ടൻ്റെ വൈഫിൻ്റെ. അവർ ഫോട്ടോസൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സൈഡിൽ പോയി നിൽപ്പുണ്ട്. എന്തിന്? നമ്മളുടെ ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ. എന്നിട്ട് വേണം നമുക്ക് എവിടെയെങ്കിലും പോയി ഇരിക്കാൻ. അങ്ങനെ ആ ഗ്രൂപ്പ് ഫോട്ടോയുടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശംഭുവിൻ്റെ കല്യാണത്തിൻ്റെ പരിപാടിക്ക് ഏകദേശം ഇങ്ങോട്ട് തീർന്നു. പിന്നെ ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് എൻജോയ് ചെയ്തിരിക്കുകയായിരുന്നു. ഒരുമിച്ച് നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത്രയൊക്കെ തന്നെ ആയിരുന്നു ഈ ഒരു ഓൾഡ് വെഡ്ഡിങ് ഡേ വിശേഷങ്ങൾ. ഇനി ചെക്കനും പെണ്ണൂടെ ബായ് പറഞ്ഞ് നമുക്ക് ഈ ഒരു വ്ളോഗ് അങ്ങ് അവസാനിപ്പിച്ചാലോ? ദേ ഇരിക്കുന്ന 2 പേരും. അപ്പോൾ ഓക്കെ, എല്ലാവർക്കും ബായ്.